അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഭരണപ്രതിപക്ഷങ്ങളെ താരതമ്യം ചെയ്യുന്നതിന് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് കൊടുക്കുന്ന ഈ മോഡൽ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മികച്ച വീടുകൾ, മറുഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയിൽ പറയുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, ഇപ്പോൾ കോൺഗ്രസ് വീട് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം, കല്ലിടുന്നു എന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിലും ചോദ്യങ്ങൾ നിരവധിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ താരതമ്യം ആളുകളുടെ ഇടയിലേക്ക് വളരെ ശക്തമായി കാര്യമായി സംഭവിക്കാൻ പോവുകയാണോ? കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അധികാരത്തിൽ വന്ന കാലം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്ന് പറയുന്ന ഒരു കാര്യം. അത് കേവലമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതിനപ്പുറം അതിൽ വളരെ ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് അതിനോട് നീതി പുലർത്തി അത് ശരിയാം വണ്ണം നടപ്പാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി ഈ വയനാട് തീരുമാനം മാറുകയാണോ? ബുധനാഴ്ചയാണ് 175 വീടുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾക്കിടയിലേക്ക് ഒരു താരതമ്യം, ഭരണപ്രതിപക്ഷ താരതമ്യം സംഭവിക്കാൻ പോവുകയാണോ കാര്യമായി? അല്ല, നോക്കൂ, ഇത് വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് വലിയൊരു മഹാദുരന്തം ഉണ്ടായ ശേഷം ആ ദുരന്തത്തിന് ഒരു തരത്തിലും 1% പോലും സപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. നോക്കൂ, പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം നടന്ന ശേഷം ഈ പറയുന്ന സ്പോട്ട് സന്ദർശിച്ച ഒരു ആളാണ്. ആ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് സുരേഷ് ഗോപിയോടൊക്കെ ഒപ്പം നടന്ന ശേഷം ഒന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ 1 രൂപ പോലും അവിടുന്ന് കിട്ടിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്തായാലും നോക്കൂ, UP, ബീഹാർ അല്ലെങ്കിൽ ഈ പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ BJP NDA അലയൻസിൽ ഇപ്പോൾ പിടിച്ചു നിർത്തുന്ന സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ ആയിരുന്നു ഇത് നടക്കുന്നതെങ്കിൽ അവർ കൊടുക്കുന്ന പണത്തിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സംസ്ഥാന സർക്കാരിന് ഗുണപ്രദമായി അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണമായി ഒരു കാര്യവും ഇവർ ചെയ്തില്ല. കേന്ദ്ര സർക്കാർ ചെയ്യാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയത്ത്, സാമ്പത്തിക പ്രതിസന്ധി ഇതേ റീസൺ തന്നെയാണ്, സെൻട്രൽ ഗവൺമെൻറ് ആഡിക്വേറ്റ് ഫണ്ട്സ് നമുക്ക് തരുന്നില്ല. ആ ഫണ്ട്സ് ഇല്ലാത്ത സമയത്ത് നമ്മൾ വലിയ ശ്രമങ്ങൾ നടത്തി കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണത്. എന്താ, നമ്മൾ പറഞ്ഞതേ ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യുന്നത് പറയും, ആ പറയുന്ന കാര്യമുണ്ടല്ലോ, നമ്മൾ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനൊരു മാസ്റ്റർ പ്ലാൻ വേണം. ആ മാസ്റ്റർ പ്ലാനിന് ഇൻലൈനായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം വേണം. ആ സിസ്റ്റം, ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തെ റൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു പൊളിറ്റിക്കൽ ഹെഡ് വേണം, അതിനൊരു പൊളിറ്റിക്കൽ വില്ല് വേണം. അപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തി. അടുത്തത് ഈ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞതിനകത്ത് ഞാൻ ഒരു വലിയ കാര്യം അതിനകത്ത് ഇപ്പോൾ പറയുന്നില്ല, കാര്യം ഓൾറെഡി അനിലേട്ടൻ അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു ദൈർഘ്യത്തിൽ. അതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, അവരിപ്പം കൊടുത്തിരിക്കുന്ന എത്രയോ വീടുകൾ കൊടുക്കാം എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു, 50 വീട്. അതിനകത്ത് ആദ്യം എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്, അവർ വീട് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ലെറ്റ് us take they are going to give 50 പേർക്ക് വീട് കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനാണെങ്കിൽ സർക്കാർ അവർക്ക് കൊടുക്കത്തില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടോ? അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് കോൺഗ്രസിന് ഉപയോഗിക്കാമായിരുന്നല്ലോ. കാര്യം സർക്കാർ കൊടുക്കാത്തവർ എന്ന് പറഞ്ഞൊരു കണക്ക് ഇവർക്ക് വേണമെങ്കിൽ പ്രകടിപ്പിക്കാമായിരുന്നല്ലോ. അപ്പം there is something wrong. അത് എൻ്റെ വിശ്വാസം, അത് ശരിയായ ദിശയിലല്ല കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെയാണല്ലോ അല്ലേ? അതായത് അവർക്ക് ചില ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ പറയട്ടെ ഹരി. ലാല പറഞ്ഞോളൂ, ഞാനൊന്ന് സൂചിപ്പിച്ചത്. ലാൽ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചു. പറഞ്ഞു. അല്ല, ലാൽ അങ്ങനെ ഒരു ലാൽ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ സപ്ലിമെൻ്റ് ചെയ്തതാണ്. അതായത് നമ്മൾ ഇങ്ങനെ ആ 50 പേരെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ടെക്നിക്കൽ റീസൺസ് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ലിസ്റ്റിൽ പെടാത്ത ആളുകളെ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, അലറിയന്, അതൊക്കെ ഞങ്ങൾ വിട്ടോളാം, കണക്ക് വിട്ടോളാം. അല്ല, അത് ഉത്തരവാദിത്വം, അത് ആവശ്യമല്ലേ ഇന്ന് ചെയ്യേണ്ടത്. അതാണ് കുഴപ്പം. അതാണ് ഹരി ഇവിടുത്തെ കുഴപ്പം എന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങ് പറയൂ എന്ന് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾക്ക് 50 അല്ല, ഒരു സെക്കൻഡ്,
ഒരു സെക്കൻഡ് എലിമിനേറ്റ് ചെയ്യപ്പെട്ട അതാണ് ശരത്തേട്ട അതിനകത്തെ കള്ളത്തരം. അത് ഹരി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ ഒരു വാദമില്ല. ഹരി എൻ്റെ സുഹൃത്താണ്, സ്നേഹിതനാണ്. ചർച്ചയിൽ വലിയ പ്രശ്നമാണ് കേട്ടോ. ഇപ്പോൾ 50 പേര് ഞാൻ പറഞ്ഞ ഒരു നമ്പർ. ഹരിക്ക് പ്രശ്നമില്ല, വേറെ ചില ആളുകൾക്ക് വലിയ പ്രശ്നമാണ് അത് കേൾക്കുമ്പോൾ. അതെ, അത് പോട്ടെ, അത് അവരുടെ പ്രശ്നമാണ്. ശരി, അതെ. അല്ല, 50 പേരെ ഇവർ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ലിസ്റ്റിൽ വരാത്ത 50 പേരെ ഇവർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അല്ലാതെ ഇവർക്ക് 50 പേർക്ക് വീട് പണിയാൻ പറ്റത്തില്ല. അതങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇവിടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനം നടത്തുന്ന വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, ഇതിനെക്കുറിച്ച് ഈ ലിസ്റ്റ് അടക്കം ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് പറയത്തില്ലെന്നാണോ വിചാരിക്കുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹം കൃത്യമായ അക്കവിട്ട് പറയും. അദ്ദേഹം ഫാക്ച്വൽ മാൻ ആണല്ലോ. എല്ലാത്തിനും ഫാക്റ്റും ഫിഗേഴ്സും വെച്ച് കണക്ക് വെച്ച് പഠിച്ച് വസ്തുതാപരമായി പറയുന്ന ആളാണല്ലോ. ശരത്തേട്ട് തോന്നുന്നുണ്ടോ അദ്ദേഹം പറയാതിരിക്കുന്നത്? ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അദ്ദേഹം പറയുന്നു. നിശ്ചയമായും രാഷ്ട്രീയമായി ഇത് ഇത്രേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ചലഞ്ച് ചെയ്ത് അവതരിപ്പിക്കുമായിരുന്നു. യാതൊരു സംശയവും വേണ്ട, അത് ഉറപ്പായും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് അവതരിപ്പിക്കുമായിരുന്നു. അടുത്തത് അതിന് വേറെ സ്റ്റേജുകളുണ്ട്. ഈ പറയുന്ന ഓരോരുത്തർ ഈ ഒഴിവാക്കപ്പെട്ടവരുടെ വീട്ടിൽ ഈ ചാനലുകാരെ എല്ലാം വിട്ടേനെ. ഈ ചാനൽ മൊത്തം ഇപ്പോൾ ഇവരുടെ കൂടുതലാണല്ലോ. ഈ ഓരോരുത്തരുടെ വീട്ടിൽ കണ്ണീരൊപ്പാനായിട്ട് കോൺഗ്രസ് കരുതാണ്ട് സർക്കാർ അവഗണന, ഇങ്ങനെയുള്ള വാർത്തയും ഇവിടെ വന്നേനെയും. നമ്മൾ വെറും കണ്ണുപൊട്ടന്മാർ, നമ്മൾ ഈ നാട്ടിൽ താമസിക്കുന്നവരല്ലാഴികയല്ല. നമുക്ക് ഇവിടെ എന്താ നടക്കുന്നത് വ്യക്തമായ ധാരണയുള്ള ആൾക്കാരാണ്. ഇത് നോക്കൂ, നിങ്ങൾ വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുക്കൂ എന്നുവെച്ചാൽ ആരിൽ വെച്ചാൽ ബെനിഫിഷ്യറീസ് ഉണ്ട് എങ്കിൽ കൊടുക്കും തന്നെ ഞാൻ പറയുന്നത്. കാര്യം അതിൻ്റെ വിശാലാർത്ഥത്തിൽ കാണാനുള്ള മനസ്സെനിക്കുണ്ട്. പക്ഷേ ആ വിശാലാർത്ഥത്തിലാണോ ഇവർ കാര്യങ്ങൾ നടത്തുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പറയാം. നോക്കൂ, വയനാടുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെ വേണ്ടത് വിശാലാർത്ഥത്തിലുണ്ടായിരുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ്. കാര്യം അവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടായി, ഒരുപാട് പേര് അവർക്ക് ഹോംലെസ് ആയി മാറി. അവർക്കുണ്ടാകേണ്ടത് ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കോൺഗ്രസിന് കഴിയില്ല. ആ മാസ്റ്റർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ BJPക്ക് കഴിയില്ല. ആ മാസ്റ്റർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ CPIM-നും കഴിയില്ല. ഞാൻ ആ 3 പാർട്ടി ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. ആ മാസ്റ്റർ പ്ലാന് നടത്തിയെടുക്കാൻ പറ്റുന്നത് സർക്കാരിനാണ്. ആ സർക്കാരിലേക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ളതല്ലായിരുന്നോ ഏറ്റവും ഉചിതമായ കാര്യം? ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യാമായിരുന്നല്ലോ. ഇതിപ്പോൾ പറയുന്നത് എന്താ? ഞങ്ങൾ സ്ഥലമെടുത്തു, കൈവച്ചിരിക്കുന്നു, വീട് പണിയാൻ പോകുന്നു, തറക്കല്ലിടുന്നു. ഇതൊക്കെ ഈ തറക്കല്ല് അവിടെ തന്നെ കിടക്കും. തെരഞ്ഞെടുപ്പ് കഴിയുമെന്ന് ഈ സാധനം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഫോൾസ് നറേറ്റീവിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ ഒരു വിമർശനമായി തന്നെ ഉന്നയിക്കുക. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണോ ആയിരുന്നെങ്കിൽ? അല്ല എങ്കിൽ ഇവർ എന്തോ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് അങ്ങനത്തെ അങ്ങനെ സംശയം പോലും ഇല്ല എനിക്ക്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ വരാം. നിൽക്കുക, ഒറ്റ കൺക്ലൂഡ് ചെയ്യാം. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ തന്നെ എൻ്റെ വാദം. ശരി, അതിനകത്ത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടെ, ഈ പറയുന്ന അനിലേട്ടൻ പറഞ്ഞതുപോലെ ഇവർ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലിസ്റ്റിങ് പറയുന്ന ഇന്നിപ്പോൾ പറയാൻ പറ്റത്തില്ല. നാളെ രാവിലെ നമ്മളത് പുറത്തു വിടുമെന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ മതി. നാളെ അങ്ങ് പുറത്തു വിട്ടാൽ മതി. വിടാൻ പറ്റില്ല. കാര്യം അങ്ങനെ ഒരു സംഭവം ഇല്ല. അത്രേ ഉള്ളൂ. ശരി.